പുണ്യമാസ പൊലിമയിൽ പഴവിപണി. നോമ്പുതുറയ്ക്ക് മധുരമേകി വിദേശികളും നാടൻ താരങ്ങളും. പകലന്തിയോളം നീളുന്ന പ്രാർത്ഥനയുടെയും ആത്മസംയമനത്തിന്റെയും ദിനങ്ങൾ. വിശ്വാസികൾക്ക് ഇത് പുണ്യത്തിന്റെ മാസമാണ്. എന്നാൽ നഗരത്തിലെ ചന്തകളിലും വഴിയോരങ്ങളിലും ഈ പുണ്യമാസം പെയ്തിറങ്ങുന്നത് വർണ്ണാഭമായ പഴക്കാഴ്ചകളായാണ്. വേനൽ ചൂട് വിയർപ്പിക്കുന്ന ഉച്ചസമയത്തും സജീവമായ തിരക്കിലാണ് നഗരത്തിലെ പഴവിപണികൾ. കുളിരേകാൻ നീരുള്ള പഴങ്ങൾ. ചൂട് കടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ നോമ്പുതുറയിൽ പഴങ്ങൾക്കാണ് ഡിമാൻഡ്. തൊണ്ട വരണ്ടുണങ്ങുന്ന പകലുകൾക്ക് ശേഷം ശരീരത്തിന് പെട്ടെന്ന് ഊർജവും കുളിർമയും നൽകാൻ തണ്ണിമത്തനും ഓറഞ്ചും മുന്തിരിയുമാണ് വിശ്വാസികളുടെ പ്രിയ താരങ്ങൾ. കടും ചുവപ്പഴകിൽ നിരത്തി വച്ചിരിക്കുന്ന തണ്ണിമത്തൻ ലോഡുകളാണ് ഓരോ ദിവസവും ചന്തകളിൽ വന്നിറങ്ങുന്നത്. അറബ് മണ്ണിലെ മധുരം മുതൽ നാടൻ രുചി വരെ. ഈത്തപ്പഴമില്ലാതെ എന്തു നോമ്പുതുറ? സൗദി അറേബ്യയുടെയും ഒമാന്റെയും ഇറാന്റെയും മരുഭൂമികളിൽ നിന്നും എത്തുന്ന ഈത്തപ്പഴങ്ങളുടെ വൈവിധ്യം ആരെയും അത്ഭുതപ്പെടുത്തും. രാജകീയ പ്രൗഢിയുള്ള അജ്വയും മാംസളമായ മജ്ദൂലും തേനൊഴുകുന്ന കിമിയയുമൊക്കെ വിപണിയിൽ നിരന്നു കഴിഞ്ഞു. വിദേശി പഴങ്ങൾക്കൊപ്പം തന്നെ നാടൻ രുചികളും ഒട്ടും പിന്നിലല്ല. പഴുത്തു തുടുത്ത പാളയംകോടൻ പഴവും പഴുത്ത കൈതച്ചക്കയുടെ സുഗന്ധവും വിപണിയെ കൂടുതൽ സജീവമാക്കുന്നു. കൂട്ടായ്മയുടെ രുചിഭേദങ്ങൾ. പള്ളികളിലും ക്ലബ്ബുകളിലും നടക്കുന്ന വലിയ നോമ്പുതുറ സംഗമങ്ങളാണ് മൊത്തക്കച്ചവട കേന്ദ്രത്തിലെ തിരക്കിന് പ്രധാന കാരണം. പെട്ടികളിലാക്കി അടുക്കി വെച്ച പഴങ്ങൾ വൻതോതിൽ ഇവിടങ്ങളിൽ നിന്ന് വിറ്റുപോകുന്നു. വീടുകളിലെ സ്വകാര്യ ചടങ്ങുകൾക്കും കൂട്ടായ ഇഫ്താർ വിരുന്നുകൾക്കും പഴങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് വൈകുന്നേരമാകുന്നതോടെ ഇരട്ടിയാവുകയാണ്. ദാഹമകറ്റുന്ന തണ്ണിമത്തന്റെ തണുപ്പും ഈത്തപ്പഴത്തിന്റെ മധുരവും ചേരുമ്പോൾ ഈ നോമ്പുകാലം വിശ്വാസികൾക്ക് കേവലം ആത്മീയ അനുഭവം മാത്രമല്ല, പ്രകൃതി കനിഞ്ഞരുളിയ രുചികളുടെ ഉത്സവം കൂടിയാവുകയാണ്. പ്രൈം വിഷൻ ന്യൂസ്, ഇരട്ടി.